ഗസ യുദ്ധം നെതന്യാഹുവിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയാണെന്ന ആരോപണം കുറച്ചു നാളായി ഉയരുന്നുണ്ട്. താൽക്കാലിക വെടിനിർത്തൽ സമയത്ത് പോലും ഇസ്രായേൽ നിരന്തരം വെടിനിർത്തൽ ലംഘിക്കുകയും ചെയ്യുന്നു. യുദ്ധം നെതന്യാഹു വലിച്ചു നീട്ടിക്കൊണ്ടുപോവുകയാണെന്ന ആക്ഷേപം ഇസ്രായേലിൽ നിന്ന് തന്നെ ഉയരുന്നുണ്ട്. ഗസയിൽ മനുഷ്യക്കുരുതിയുമായി ഇസ്രായേൽ മുന്നോട്ട് പോകുന്നു. ആയുധങ്ങളും പട്ടിണിയും ഗസയിലെ ജനങ്ങളുടെ ജീവനെടുക്കുന്നു. ഇതിൽ ആശങ്ക പ്രകടിപ്പിച്ച് UN ഏജൻസികൾ പോലും രംഗത്ത് വന്നിട്ടുണ്ട്. ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര അതിദാരുണമായ അവസ്ഥയിലൂടെയാണ് ഗസയിലെ ജനങ്ങൾ കടന്നു പോകുന്നതെന്ന് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നു. വെടിനിർത്തൽ ചർച്ചകൾ വഴിമുട്ടുന്നതിൻ്റെ പഴി ഇസ്രായേൽ ഹമാസിൻ്റെ മേൽ ചുമത്തുന്നു. ഹമാസാണ് വെടിനിർത്തലിന് തടസ്സം നിൽക്കുന്നതെന്നാണ് ഇസ്രായേലിൻ്റെ ആരോപണം. അതിനിടെ വിശദീകരണമായി എത്തിയിരിക്കുകയാണ് ഹമാസ് വക്താവ്. എല്ലാ ബന്ദികളെയും ഒരുമിച്ച് വിട്ടയക്കാനുള്ള താൽപ്പര്യം പലതവണ അറിയിച്ചു. എന്നാൽ ഇത് ഇസ്രായേൽ നിരാകരിച്ചതായി അബു ഒബൈദ പറയുന്നു. ഇസ്രായേൽ ബന്ദികളുടെ ജീവൻ്റെ കാര്യത്തിൽ നെതന്യാഹു ഭരണകൂടത്തിന് താൽപ്പര്യമില്ലെന്നാണ് ഈ നിലപാട് ചൂണ്ടിക്കാട്ടുന്നതെന്നും ഹമാസ് വക്താവ് ആരോപിക്കുന്നു. നിലവിൽ വെടിനിർത്തലിനായി നേരിട്ടല്ലാത്ത ചർച്ചകൾ ഖത്തർ നടത്തുകയാണ്. ചർച്ചകളിൽ യാതൊരു പുരോഗതിയുമില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. വെടിനിർത്തലിന് ഒരുക്കമാണെന്നാണ് ഹമാസ് പറയുന്നത്. ഉപാധികളായി ഹമാസ് മുന്നോട്ട് വയ്ക്കുന്നത് യുദ്ധം അവസാനിപ്പിക്കുക, ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കുക, പലസ്തീനികൾക്കുള്ള മാനുഷിക സഹായ വിതരണം ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങളാണ്. നിലവിൽ നടക്കുന്ന ചർച്ചകളിൽ നിന്നുകൂടി ഇസ്രായേൽ പിന്മാറിയാൽ പിന്നീട് ഒരിക്കലും ഭാഗികമായൊരു വെടിനിർത്തൽ കരാർ ഹമാസ് അംഗീകരിക്കുന്നില്ലെന്നാണ് ഹമാസ് വ്യക്തമാക്കുന്നത്. നിലവിൽ ചർച്ചയിലുള്ളത് 60 ദിവസത്തെ വെടിനിർത്തൽ കരാറാണ്. ഹമാസ് കസ്റ്റഡിയിൽ ജീവനോടെയുള്ള 20 പേരിൽ 10 പേരെ വിട്ടയക്കാനും അതിൽ വ്യവസ്ഥയുണ്ട്. ഗസയിലുള്ള ബന്ദികളുടെ അവസ്ഥയറിയാൻ പ്രതിനിധികൾ വഴി അവരുടെ ബന്ധുക്കൾ ഹമാസിനെ സമീപിച്ചിരുന്നു. ഒരു കരാറിലെത്താൻ ഹമാസ് കാര്യമായി തന്നെ പരിശ്രമിക്കുന്നുണ്ടെന്നും ഇസ്രായേലിൻ്റെ പിടിവാശികളാണ് ഇതിന് തടസ്സമെന്നും ബന്ധുക്കളെ ഹമാസ് അറിയിച്ചുവെന്നും മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. കരാറിൻ്റെ 4 ഉപാധികളിൽ 2 തടസ്സം നിലനിൽക്കുന്നു. 60 ദിവസത്തെ വെടിനിർത്തലിനിടെ ഗസ മുനമ്പിൽ നിന്ന് ഇസ്രായേൽ സൈന്യം എത്രത്തോളം പിൻവാങ്ങുമെന്ന കാര്യത്തിലാണ് ആദ്യത്തെ തർക്കം. മറ്റൊന്ന് സഹായ വിതരണവുമായി ബന്ധപ്പെട്ടാണ്. ബെയ്ത്ത് ലാഹിയ, റഫ, ഖാൻ യൂനിസിൻ്റെ പല മേഖലകൾ എന്നിവിടങ്ങളിൽ നിയന്ത്രണം തുടരുമെന്നാണ് ഇസ്രായേൽ പറയുന്നത്. എന്നാൽ ജനുവരിയിലെ വെടിനിർത്തൽ കരാറിൽ അംഗീകരിച്ച മേഖലയിലേക്ക് സൈന്യം മടങ്ങിപ്പോകണമെന്ന് ഹമാസും ആവശ്യപ്പെടുന്നുണ്ട്. ചർച്ചകൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുവെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. തർക്ക വിഷയങ്ങൾ മാറ്റിവെച്ച് ബന്ധിമോചനത്തിൽ ശ്രദ്ധിക്കണമെന്നാണ് അമേരിക്കയുടെ നിലപാട്. കടുത്ത പട്ടിണിയിലും ദുരിതത്തിലുമാണ് ഗസ. ഇസ്രായേൽ തുടർന്ന് ഉപരോധം ജനങ്ങളെ വലയ്ക്കുന്നു. പട്ടിണിയെ മനഃപൂർവ്വം ആയുധമാക്കി ഇസ്രായേൽ ഉപയോഗിക്കുന്നെന്ന ആരോപണമാണ് ഉയരുന്നത്. മരണസംഖ്യ കുത്തനെ ഉയരുകയാണ്. ഗസയിലെ ആരോഗ്യ സംവിധാനങ്ങൾ പൂർണ്ണമായും തകർന്നതായി ഗസ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ പ്രസ്താവനയിൽ പറയുന്നു. ഭക്ഷണവും വെള്ളവും കിട്ടാതെ നിരവധി പലസ്തീനികൾ മരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. നിരവധി പേർ അനാരോഗ്യത്തിൻ്റെ പിടിയിലാണെന്ന് മന്ത്രാലയം പറയുന്നു. ഗസയിലെ 2 ദശലക്ഷത്തിലധികം ആളുകൾ പട്ടിണി അനുഭവിക്കുന്നുണ്ടെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ഭക്ഷണം, മരുന്ന്, ഇന്ധനം എന്നിവയുടെ അഭാവം മൂലം ആരോഗ്യ സംവിധാനം പൂർണ്ണമായും തകർന്നതായി ഗസ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. പട്ടിണിയുമായി ബന്ധപ്പെട്ട സങ്കീർണതകൾ അനുഭവിക്കുന്ന രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു. അതിനാൽ ആശുപത്രികൾക്ക് ഇത്തരം രോഗികളെ ചികിത്സിക്കാനും കഴിയുന്നില്ല. ഗസയിൽ പട്ടിണി കൂടുതൽ പിടിമുറുക്കുന്നതായി അതിനിടെ UN ഏജൻസികളും അറിയിച്ചു.